പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകൻ ഉൾപ്പെട്ട പോക്സോ കേസിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ഡിഐജി റിപ്പോർട്ട്. സംഭവത്തിൽ പത്തനംതിട്ട SP വിനോദ് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. പോക്സോ കേസ് പ്രതിയായ നൌഷാദ് തോട്ടത്തിനെതിരെയുള്ള അന്വേഷണം പോലീസ് അട്ടിമറിച്ചെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇവിടെ പോലീസിന്റെ ഭാഗത്ത്, അതായത് SP ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി, കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഈ DIGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്? ടോം, ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് പോക്സോ കേസിലെ പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് തോട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഗുരുതരമായ വീഴ്ച ഈ കേസ് അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ടും പോലീസിനുണ്ടായി എന്നുള്ളതാണ് DIGയുടെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുള്ളത്. അതിൽ അക്കമിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായി പറയുന്നു. കേസിന്റെ തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോന്നിയിലാണ് ആദ്യം ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നത്. 3 മാസം വരെ ഇവിടെ കേസെടുക്കാതെ ഈ കേസ് പിന്നീട് ആറന്മുള സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു. ആറന്മുള പോലീസാണ് പിന്നീട് കേസ് അന്വേഷിക്കുന്നത്. കേസ് അന്വേഷിച്ചെങ്കിലും ഈ പ്രതിയെ കൃത്യമായി ഈ നൌഷാദ് തോട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കി എന്നുള്ള കാര്യം ഗുരുതരമായ കണ്ടെത്തൽ കൂടി ഈ അന്വേഷണ റിപ്പോർട്ടിൽ കാണുന്നു. ഒപ്പം ഈ കേസിനെല്ലാം മേൽനോട്ടം വെച്ച് SP ഈ കൃത്യമായ ഒരു അന്വേഷണമോ ഈ കേസിന്റെ തുടർ നടപടികളെ കുറിച്ചോ അന്വേഷിക്കാതിരിക്കുകയും ഈ പ്രതിയെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഈ അജിതാ ബീഗം സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ കോന്നി DSP രാജപ്പൻ റാവുത്തരെയും ഒപ്പം SHO ശ്രീജിത്തിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണ വിധേയമായി തന്നെയാണ് കേസുമായി ബന്ധപ്പെട്ട് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ആദ്യം SP സസ്പെൻഡ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ DIGയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. അതിൽ SP-ക്കും വീഴ്ച പറ്റിയിരിക്കുന്നു. ഒപ്പം ആറന്മുള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ SHO ആയ പ്രവീണിനും ഒപ്പം നേരത്തെ പത്തനംതിട്ട DSP ആയിരുന്ന നന്ദകുമാറിനും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഈ കാര്യത്തിലാണ് ഇപ്പോൾ SP-ക്ക് ഉൾപ്പെടെയുള്ള നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് കൈമാറിയിട്ടുള്ളത്. ഈ പ്രതിയായ നൌഷാദ് തോട്ടത്തിങ്കൽ UDF കാലത്ത് ഗവൺമെന്റ് ലീഡറാണ്. വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. പോലീസിനെ സ്വാധീനിച്ച് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം പല പ്രാവശ്യം നടന്നു. എന്തായാലും പ്രതിയെ തൊട്ടടുത്ത് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും പോലീസ് കൃത്യമായി വിവരം ലഭിച്ചിട്ടും അറസ്റ്റ് ചെയ്യാതെ പ്രതിക്ക് ജാമ്യം എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ഒരു ഗുരുതര വീഴ്ച കൂടി കണ്ടെത്തിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്നാണ് ഇടക്കാല ജാമ്യം, അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഇടക്കാല ജാമ്യം ഇപ്പോൾ നൌഷാദ് തോട്ടത്തിൽ നേടിയിരിക്കുന്നത്. അതിനെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ഗുരുതരമായ ഒരു വീഴ്ച കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പോക്സോ കേസ് അട്ടിമറിക്കുന്ന കാര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള ഗുരുതര വീഴ്ച വിലയിരുത്തിക്കൊണ്ടാണ് ഈ ഉന്നതതല ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയിലേക്ക് പോലീസ് റിപ്പോർട്ട്. ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു, പോലീസിന് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട SP ഉൾപ്പെടെയുള്ളവർക്കെതിരെ, ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഏത് രീതിയിലുള്ള നടപടിയായിരിക്കും? സ്ഥലമാറ്റമായിരിക്കുമോ അതോ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഒരു സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പോക്സോ കേസ് അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചയല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പെൺകുട്ടിക്ക് അറസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടിയുടെ ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത പരാതി നൽകിയപ്പോഴെല്ലാം ആ പരാതിയിൽ കൃത്യമായ രേഖകളും റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനെ ഹാജരാക്കിയിട്ടും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയത് വലിയ രീതിയിലുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രതിയെ സഹായിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ CA റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ, SI അടക്കമുള്ള ആളുകൾ, ഒപ്പം SP അടക്കമുള്ളവർ ഈ പ്രതിക്ക് അനുകൂലമായി നിന്നു. കേസ് അട്ടിമറിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി അക്കമിട്ട് സൂചിക്കുന്ന 3 റിപ്പോർട്ടുകളാണ് അജിതാ ബീഗം ആഭ്യന്തര വകുപ്പിന് ഇത് കൈമാറിയിട്ടുള്ളത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും. ഒന്നിൽ വകുപ്പുതല നടപടി സസ്പെൻഷനോ അല്ലെങ്കിൽ സ്ഥലമാറ്റമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. SP സ്ഥലം മാറ്റാനുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കും. അതിനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും ഈ നിലവിലത്തെ സാഹചര്യത്തിൽ പോക്സോ കേസ് അട്ടിമറിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് CWC ചെയർമാനെ സ്വാധീനിക്കാൻ ഈ പ്രതിയും അദ്ദേഹത്തിന്റെ സഹായം കൂടെ CW ഓഫീസിൽ എത്തിയിരുന്നു. ഇത് അന്വേഷണ വിധേയമായി കണ്ടെത്തുകയും കളക്ടർ അന്വേഷണത്തിൽ കണ്ടെത്തുകയും CWC ചെയർമാൻ രാജീവിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടക്കം മുതൽ തന്നെ ഈ പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും, റെക്കോർഡുകളും, ഫോൺ കോളുകൾ അടക്കം, കേസെടുക്കുന്നതിലടക്കം മാസങ്ങളോളം വൈകിപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ SP-ക്കും ഒപ്പം ഇപ്പോഴത്തെ തിരുവല്ല DSP ആണ് നന്ദകുമാറിനും പ്രവീൺ അടക്കമുള്ള CA അടക്കമുള്ള ആളുകൾക്ക്
നടപടി ഉണ്ടാകാനാണ് സാധ്യതയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തോമസ്. യെസ്, വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരം നൽകിയത്. ഹൈക്കോടതി അഭിഭാഷകനെതിരായിട്ടുള്ള പോക്സോ കേസ് അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിന്നു. പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് DIGയുടെ അന്വേഷണ റിപ്പോർട്ട്.